ഹായ് ഓൾ, വെൽക്കം ടു സെറ. അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കാർബണും എച്ചും തമ്മിലുള്ള ബോണ്ട് പോയിട്ട് കാർബണിന്റെ അടുത്തേക്ക് ഒരു ഇലക്ട്രോഫൈൽ വരികയാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറയുന്ന ആളെ നമ്മൾ സാധാരണ എങ്ങനെയാ E+ എന്നാണ് ഡിനോട്ട് ചെയ്യുക, അല്ലെ? E+ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതായത് ഒരു CH ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ CE ബോണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇലക്ട്രോഫൈൽ ബേസിക്കലി ക്ലോറിൻ, ബ്രോമിൻ, നൈട്രജൻ തുടങ്ങിയ ആൾക്കാരുടെ ഇലക്ട്രോഫൈലാണ് സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 6 തരത്തിലുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രധാനമായിട്ടും 6 തരത്തിലുണ്ട്. അതാണ് ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഓക്കെ, അതായത് ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, അസൈലേഷൻ, ആൽക്കൈലേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. എല്ലാം ഒരേ മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. 6 ഉപയോഗിക്കുന്ന റിയേജന്റുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അവർ ഒരേ മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. അതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അതിന്റെ മെക്കാനിസം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ റിയാക്ഷനും നമുക്ക് എന്ത് വേണം? ഒരു ആസിഡ് കാറ്റലിസ്റ്റ് വേണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെൻസീൻ റിങ് നോർമലി എന്താണ്? അരോമാറ്റിസിറ്റി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് സ്റ്റേബിൾ ആണ്. ബെൻസീൻ റിങ് എന്ന് പറയുന്നത് ഹക്കൽ റൂൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ബെൻസീൻ റിങ് വളരെ സ്റ്റേബിൾ ആണ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ബെൻസീൻ റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം? റിയാക്ടിവിറ്റി കൂട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഒരു ആസിഡ് കാറ്റലിസ്റ്റിനെ എപ്പോഴും ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ റിയാക്ഷൻ ആയിട്ട് നമുക്ക് നോക്കാം. ബേസിക്കലി എന്താണ് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. അവിടത്തേക്ക് ഒരു E+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു, H+. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസം ഇതെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു മെക്കാനിസം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, സ്റ്റെപ്പ് 1 ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ആദ്യത്തെ സ്റ്റെപ്പിൽ Z എന്ന് പറയുന്ന ഒരാളിൽ നിന്നും, ഇതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്, Z എന്ന് പറയുന്ന ആളിൽ നിന്നും E+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈലിന്റെ ജനറേഷനാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈലാണ്. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ, ഫസ്റ്റ് സ്റ്റെപ്പ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഈ ഇലക്ട്രോഫൈൽ ഉണ്ടല്ലോ, E+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ, E+ അറ്റാക്ക് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് aromatic ring, pi electron cloud of aromatic ring. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോഫൈൽ നേരെ പോയിട്ട് ഒരു ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് എന്ത്? ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ബെൻസീൻ റിങ്ങിലുള്ള ഇലക്ട്രോൺ ക്ലൗഡ് ഡിസ്റ്റോർട്ടഡ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീനിലുള്ള സമാധാനത്തിൽ കഴിയുകയായിരുന്ന എല്ലാ ഈ ഡബിൾ ബോണ്ടുകളും തമ്മിൽ ആകെ മൊത്തം ഒരു പ്രയാസവും. ഒരു പോസിറ്റീവ് ചാർജിലുള്ള ഒരാളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, വല്ലാത്ത പ്രയാസവും അല്ലെ? അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ക്ലൗഡ് ഡിസ്ട്രപ്റ്റ് ആവും, E+. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും? റെസൊണൻസ് വഴി അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ശ്രമിക്കും. ഓക്കെ, അപ്പൊ ആ റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് വരുന്നതും കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് പൈ കോംപ്ലക്സ് എന്ന് പറയുന്ന ഇങ്ങനെയായിരിക്കും. E+ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു പൈ കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേരിയസ് സ്ട്രക്ചേഴ്സ്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു സ്ലോ സ്റ്റെപ്പാണ്. അതായത് ഇത് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള പരിപാടികളാണ്. ഓക്കെ, അതായത് ഈ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ Hഉം ഇവിടെ Eയും ഉണ്ട്, ഡബിൾ ബോണ്ട്. ഇവിടെ പ്ലസ് ചാർജ് വരും ആദ്യം. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ചാർജ് പോകും. ഓക്കെ, അവിടെ നിന്നും അങ്ങോട്ടേക്ക് പൈ ഇലക്ട്രോൺ പോകുന്നു. ആ സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? അടുത്ത സ്ട്രക്ചർ എന്ത് സംഭവിക്കും?
അടുത്ത സ്ട്രക്ചർ ഇങ്ങനെ വരും. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ എച്ച് ഇ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ പ്ലസ് ചാർജ് വരും. ആ സമയത്ത് എന്ത് ചെയ്യും? അടുത്ത പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ പ്ലസ് ചാർജ് വരും. ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ പ്ലസ് ചാർജ് വരും. ഓക്കെ, ഇത്രയുമാണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആയിട്ട് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കുന്ന സമയത്ത്. അതായത് ഇവരെ നമ്മൾ സിഗ്മ കോംപ്ലക്സ് എന്നാണ് പറയുക. പൈ കോംപ്ലക്സിൽ നിന്നും സിഗ്മ കോംപ്ലക്സുകൾ ഉണ്ടാവുന്നു. ആ സമയത്ത് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കുന്നു. ഓക്കെ, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കുന്നു. ഓക്കെ, അങ്ങനെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടന്നിട്ട് അവസാനം നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു റെസൊണൻസ് ഹൈബ്രിഡ് കിട്ടുന്നു. ഓവറോൾ ലൈ ചെയ്ത് കിടക്കുന്ന ഒരു പോസിറ്റീവ് ചാർജ്, ഒരു എച്ച്, ഒരു ഇ. ഓക്കെ, ഇങ്ങനെ ഒരു റെസൊണൻസ് ഹൈബ്രിഡ് നമുക്ക് കിട്ടുന്നു. അത് സ്റ്റേബിൾ ആയിരിക്കും, റെസൊണൻസ് ഹൈബ്രിഡ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് ടോട്ടലായിട്ട് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അതായത് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ഈ റെസൊണൻസ് ഹൈബ്രിഡിൽ നിന്നും ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബെൻസീൻ്റെ അരോമാറ്റിസിറ്റി തിരിച്ച് ഗെയിൻ ചെയ്തിട്ട് സ്റ്റേബിൾ ആവണം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പ്രോട്ടോൺ റിമൂവ്ഡ് ബൈ എ ന്യൂക്ലിയോഫൈൽ. അതായത് നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള ഓൾറെഡി ഉള്ള ഇലക്ട്രോൺ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ സെറ്റിൽ നിന്നും ഈ പ്ലസ് നേരത്തെ വന്നിരുന്നല്ലോ, ഈ പ്ലസും ഒരു സെറ്റ് മൈനസ് അന്നേരം അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊരു ന്യൂക്ലിയോഫൈലാണ്. അതായത് അതിന് ബേസിക്കലി പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ സെറ്റ് മൈനസ് നേരെ വന്നിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിലുള്ള ഹൈഡ്രജനെ അങ്ങോട്ടേക്ക് എടുക്കും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ അരോമാറ്റിസിറ്റി തിരിച്ചു വരും. അതൊരു ഫാസ്റ്റ് പ്രോസസ്സാണ്. നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടെ അരോമാറ്റിസിറ്റി തിരിച്ചു വരും. നമ്മളിത് ഇലക്ട്രോഫൈൽ അവിടെ ഉണ്ടാവും. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ബേസിക്കലി നമുക്കുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ഹാലോജിനേഷൻ ആണ്. ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് വരിക. അപ്പോൾ ക്ലോറിനേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് AlCl3, ആസിഡ് വേണം എന്ന് പറഞ്ഞല്ലോ, AlCl3 അതുപോലെ FeCl3 തുടങ്ങിയ ആൾക്കാരെയാണ്. അവിടെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. ഓക്കെ, ബേസിക്കലി റിയാക്ഷൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് CH ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CE ബോണ്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിനേഷന് AlCl3 അതുപോലെ FeCl3 ആണ് യൂസ് ചെയ്യുന്നത്. ക്ലോറിൻ ആണ് അവിടെയുള്ള ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്, ക്ലോറിനേഷൻ. ഓക്കെ, മറ്റേത് ബ്രോമിനേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് AlBr3 അതുപോലെ FeBr3. HNO3ന്റെ സമയത്ത്, നൈട്രേഷന്റെ സമയത്ത് നമ്മൾ HNO3 ഉപയോഗിക്കുന്ന സമയത്ത് നൈട്രേഷൻ എന്നാണ് പറയുക. നൈട്രേഷന്റെ സമയത്ത് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ അവിടെ ആസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. NO2+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈലാണ് അവിടെ ഉണ്ടാവുന്നത്. സൾഫോണേഷന്റെ സമയത്ത് SO3H എന്ന് പറയുന്ന ഇലക്ട്രോഫൈലാണ് വരുന്നത്. ഓക്കെ, SO3H ആണ് അവിടെ അറ്റാക്ക് ചെയ്യുന്നത്. അതേപോലെ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷന്റെ സമയത്ത് AlCl3, FeCl3 എന്ന് പറയുന്ന ലൂയിസ് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. RX എന്ന് പറയുന്ന ഒരാളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ഇവിടെ 6 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, Hനെ റീപ്ലേസ് ചെയ്തിട്ട് 6 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ അസൈലേഷന്റെ കേസിൽ അസൈൽ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷന്റെ കേസിൽ അസൈൽ ഗ്രൂപ്പും ആൽക്കൈലേഷന്റെ ഗ്രൂപ്പിൽ ആൽക്കൈൽ ഗ്രൂപ്പുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ നമുക്ക് ഒരു മെക്കാനിസം നമുക്ക് നോക്കാം, അരോമാറ്റിക് ഹാലോജിനേഷൻ. ഓക്കെ, അരോമാറ്റിക് ഹാലോജിനേഷന്റെ കേസിൽ നമുക്കൊരു മെക്കാനിസം നോക്കാം. സ്റ്റെപ്പ് 1 എന്താ? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താ? പ്രധാനമായിട്ടും സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ആരാണോ ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് ഇലക്ട്രോഫൈലിന്റെ ജനറേഷൻ. Br2 എന്ന് പറയുന്നതിൽ നിന്നും FeBr3 എന്ന് പറയുന്ന ആസിഡ് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു?
ബ്രോമിലുള്ള ഇലക്ട്രോണുകൾ അയണിലേക്ക് പോകുന്നു, അയൺ സ്വീകരിക്കുന്നു. സമയത്ത് നമുക്ക് ബി ആർ പ്ലസ് FeBr3 എന്ന് പറയുന്ന ഒരു സാധനം ഫോം ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു? ഈ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് Br പ്ലസ് എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്തു, പ്ലസ് Br പ്ലസ് FeBr3 മൈനസ് എന്ന് പറയുന്ന ആളും കൂടെ ഫോം ചെയ്തു. ഓക്കെ, അതായത് ഇവിടെ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്തല്ലോ. ഈ ഇലക്ട്രോഫൈൽ സ്റ്റെപ്പ് 2 എവിടെ പോയി അറ്റാക്ക് ചെയ്യും? സ്റ്റെപ്പ് 2 ബെൻസീൻ റിങ്ങിൽ പോയി, സമാധാനത്തിൽ കഴിയുന്ന ബെൻസീൻ റിങ്ങിൽ പോയി അറ്റാക്ക് ചെയ്യും. ആ സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ സിഗ്മ പൈ കോംപ്ലക്സിൽ വന്ന് അറ്റാക്ക് ചെയ്തു. അവിടെ സിഗ്മ കോംപ്ലക്സിന്റെ റെസൊണൻസ് ഹൈബ്രിഡ് ഞാൻ വരയ്ക്കുന്നില്ല, റെസൊണൻസ് ഹൈബ്രിഡ് ഫോം ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടുന്നു? റെസൊണൻസ് ഹൈബ്രിഡ് ഫോം ചെയ്യുന്നത് സിഗ്മ കോംപ്ലക്സിലെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വഴിയാണ്. ഓക്കെ, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വഴിയാണ് അത് ഫോം ചെയ്യുന്നത്. അവിടെ ഇലക്ട്രോഫൈലിന് പകരം ബ്രോമിൻ വെച്ച് കൊടുത്താൽ മതി. ഏത് ഇലക്ട്രോഫൈലാണോ അവിടെ ആ ഇലക്ട്രോഫൈലിനെ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇവിടെ വെച്ച് കൊടുക്കുക, ഇവിടെ വെച്ച് കൊടുക്കുക. അവസാനം സ്റ്റെപ്പ് 3യിലേക്ക് വരുന്ന സമയത്ത്, സ്റ്റെപ്പ് 2 അത് അങ്ങനെ പറഞ്ഞു, സ്റ്റെപ്പ് 3യിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അരോമാറ്റിസിറ്റി തിരിച്ചു വരുന്നു. ആ സമയത്ത് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ബ്രോമിനേഷൻ നടന്നിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അരോമാറ്റിക് ഹാലോജിനേഷന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ഇലക്ട്രോഫൈലിന്റെ ജനറേഷനെ പറ്റിയിട്ടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇലക്ട്രോഫൈലിന്റെ ജനറേഷൻ എങ്ങനെയാണ്? നൈട്രേഷന്റെ സമയത്തുള്ള ഇലക്ട്രോഫൈലിന്റെ ജനറേഷൻ എന്ന് പറയുന്നത് HNO3 HONO2 എന്നാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, HNO3, അതായത് NO2 പ്ലസ് എന്ന് പറയുന്ന ഇലക്ട്രോഫൈലാണ് വേണ്ടത്. പ്ലസ് H2SO4 gives H2NO3 plus HSO4 മൈനസ്. ഈ H2NO3യിൽ നിന്നും H2O പുറത്തു വരുന്നു, NO2 പ്ലസ് ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുന്നു. ഈ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോഫൈൽ നേരെ പോയി അറ്റാക്ക് ചെയ്യുന്നു. ഇനി സൾഫോണേഷന്റെ കേസിലാണെങ്കിൽ H2SO4 പ്ലസ് H2SO4 ഗീവ്സ്, അതായത് ഇലക്ട്രോഫൈലിന്റെ ജനറേഷൻ ആണ് പറയുന്നത്, H3SO4 പ്ലസ് HSO4 മൈനസ്. ഈ H3SO4 പ്ലസിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? H3O പ്ലസ് പുറത്തു വരുന്നു, പ്ലസ് SO3 വരുന്നു. ഓക്കെ, അതായത് ഇതാണ് ഇവിടുത്തെ ഈ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. ഇനി ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷന്റെ കേസിൽ എന്താണ് വരിക? ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷന്റെ കേസിൽ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു ബെൻസീൻ റിംഗ് ആൽക്കൈലേഷൻ ആണ്, ആൽക്കൈൽ ഗ്രൂപ്പാണ് സിസ്റ്റത്തിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യേണ്ടത്. നമ്മൾ പ്ലസ് RX എന്ന് പറയുന്ന ഒരാൾ എടുത്തു കഴിഞ്ഞാൽ, R എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്, X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻ ഗ്രൂപ്പ്. ഓക്കെ, ക്ലോറിൻ ബ്രോമിൻ ഒക്കെ ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ AlCl3 ആണ് വെക്കുന്നത്. ഓക്കെ, ആ സമയത്ത് RCl പ്ലസ് AlCl3, ക്ലോറിനിൽ നിന്നും ഇങ്ങോട്ടേക്ക് അലുമിനിയത്തിലേക്ക് ഇലക്ട്രോൺ വരുന്നു. അത് ഫാസ്റ്റ് മെത്തേഡാണ്. AlCl4 മൈനസ് പ്ലസ് R പ്ലസ് ആൽക്കൈൽ കാറ്റയോൺ ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ R പ്ലസ് എവിടെ അറ്റാക്ക് ചെയ്യുന്നു? അതായത് ഇലക്ട്രോഫൈലിന്റെ ജനറേഷനായി ഈ R പ്ലസ് നേരെ പോയി ബെൻസീൻ റിംഗിൽ അറ്റാക്ക് ചെയ്യുന്നു, പൈ കോംപ്ലക്സിൽ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അവിടെ നിന്ന് റെസൊണൻസ് ഹൈബ്രിഡ് ഫോം ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ബേസ് വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ആ ഹൈഡ്രജനെ കൊണ്ടുപോകുന്നു, അരോമാറ്റിസിറ്റി തിരിച്ചു വരുന്നു, സിസ്റ്റം സ്റ്റേബിൾ ആവുന്നു. അപ്പൊ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ഒരു ബെൻസീൻ റിംഗിൽ R, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് അസൈലേഷനും. അസൈലേഷൻ എങ്ങനെയാ? അസൈലേഷൻ എന്ന് പറയുന്നത് ഒരു ബെൻസീൻ റിംഗ് പ്ലസ് RCOCl. ഇതെന്താ? അസൈൽ ക്ലോറൈഡാ, അസൈൽ ക്ലോറൈഡ്. ഓക്കെ, ഈ അസൈൽ ക്ലോറൈഡിൽ നിന്നുള്ള ക്ലോറിൻ അലുമിനിയത്തിലേക്ക് പോകും. അതായത് ഈ ഒരു ഗ്രൂപ്പിന് പകരം RCOCl എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്നു? ഇവിടെ നിന്ന് ക്ലോറിൻ നേരെ ഇവിടെ അലുമിനിയത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് RCO പ്ലസ് എന്ന് പറയുന്ന ആള് ജനറേറ്റ് ചെയ്യുന്നു.
എന്താ RCO+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോഫൈലാണ് ഇവിടെ പോകുന്നത്, നമ്മുടെ സിസ്റ്റത്തിൽ പോയി അറ്റാക്ക് ചെയ്യുന്നത്, ബെൻസീനിൽ പോയി അറ്റാക്ക് ചെയ്യുന്നത്. അവസാനം നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? C∪OR എന്ന് പ്രൊഡക്റ്റ് കിട്ടും. റെഡി അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അസൈലേഷൻ, ആൽക്കൈലേഷൻ, നൈട്രേഷൻ, ബ്രോമിനേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഈ സബ്സ്റ്റൻസിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ്, അതായത് ആക്ടിവേറ്റിംഗ് ആൻഡ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഇൻ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ഈ ആക്ടിവേറ്റിംഗ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അതായത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബെൻസീനിൽ ഒരാള്, ഒരു സെഡ് എന്ന് പറയുന്ന ഒരാള് ഓൾറെഡി അവിടെ ഉണ്ട് എന്നിരിക്കട്ടെ. ആ സെഡ് എന്ന് പറയുന്ന ആള് കാരണം നമ്മുടെ ബെൻസീൻ റിങ്ങിന്റെ ആക്ടിവിറ്റി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നല്ല, മറ്റേതൊരു റിയാക്ഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് സെഡ്, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് സെഡ് എന്നുള്ള തരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിലാവുമ്പോൾ ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന സെഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനെ ഫേവർ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയും. അതുപോലെ അത് ഫേവർ ചെയ്യുന്നില്ല, അത് ഡിഫേവർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിൽ ഏതൊക്കെ ഗ്രൂപ്പുകളായിരിക്കും ആദ്യമേ ഉള്ള ഈ ഒരു ഗ്രൂപ്പ് കാരണം ഈ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ റേറ്റ് എങ്ങനെയാണ് കുറയുക, കൂടുക എന്നതാണ് ആക്ടിവേറ്റിംഗ് ആണെങ്കിൽ റേറ്റ് കൂടുന്നു, ഡീആക്ടിവേറ്റിംഗ് ആണെങ്കിൽ റേറ്റ് കുറയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിനെ മോർ റിയാക്റ്റീവ് ആക്കും, മേക്സ് ബെൻസീൻ റിംഗ് more reactive, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ, അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിലാണ് പറയുന്നത്, അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിനെ മോർ റിയാക്റ്റീവ് ആക്കുന്നു. ഓക്കെ, എന്നാൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ലെസ് റിയാക്റ്റീവ് ആക്കുന്നു ബെൻസീൻ റിങ്ങിനെ ലെസ് റിയാക്റ്റീവ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഓർത്തോ പാരാ പൊസിഷൻ, ഏതാ ഓർത്തോ പാരാ പൊസിഷൻ? ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടെങ്കിൽ ഇത് ഓർത്തോ പൊസിഷൻ, ഇത് മെറ്റാ പൊസിഷൻ, ഇത് പാരാ പൊസിഷൻ, ഇത് മെറ്റാ പൊസിഷൻ, ഇത് ഓർത്തോ പൊസിഷൻ. ഓക്കെ, അപ്പോ ഓർത്തോ, മെറ്റാ, പാരാ പൊസിഷൻ. അതിൽ ഓർത്തോ പൊസിഷനെയും പാരാ പൊസിഷനെയും ഈ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് കൂടുതൽ റിയാക്റ്റീവ് ആക്കുന്നു. എന്തിന്? ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ. അപ്പൊ ഇലക്ട്രോഫൈൽ ഓർത്തോ പാരാ ഗ്രൂപ്പുകളിലാണ് വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നാൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്നാണ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളെ പറയാം. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്നാണ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പും ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പും ഉണ്ട്. പ്രധാനമായിട്ടും ഇവർ ആരെല്ലാം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ വിത്ത് ലോൺ പെയർസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, നൈട്രജന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്, NHRന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്, NR2ന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്, ഫിനോളിലെ ഓക്സിജന്റെ മുകളിൽ ലോൺ പെയർ അവൈലബിൾ ആണ്. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? നൈട്രജൻ ആൻഡ് ഓക്സിജൻ വിത്ത് ലോൺ പെയർസ് ഒക്കെ വെരി സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. ഡ്യൂ ടു പൈ ഡൊണേഷൻ, റെസൊണൻസ് കാരണം അത് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോണ് റിലീസ് ചെയ്യുന്നത്. അതിന് നമ്മൾ +M എഫക്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. +M എഫക്റ്റ് അല്ലെ, റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ
ഇവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, +m ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു OH ഗ്രൂപ്പാണ് എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോണുകൾ വരുന്നു. ആ സമയത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെയാണ് എന്ന് പരിശോധിക്കാം. -OH വരുന്നു. അടുത്ത സ്ട്രക്ചർ നമ്മൾ വരക്കുന്നു. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരുന്നു. ഈ ഡബിൾ ബോണ്ടിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ ആ കാർബണിലേക്ക് പോകുന്നു. ഇവിടെ മൈനസ് ചാർജ്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് OH+. ഓക്കെ, ഇവിടെ നിന്ന് വീണ്ടും ഇലക്ട്രോണുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഈ പൈ ബോണ്ടിൽ നിന്നുള്ള ഇലക്ട്രോൺ ഇവിടെ പോകുന്നു. സോ നമുക്ക് എന്ത് സ്ട്രക്ചർ കിട്ടുന്നു? മൈനസ്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് OH+. വീണ്ടും ഇലക്ട്രോണുകൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? OH, ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റെസൊണൻസ് സ്ട്രക്ചറുകൾ പരിശോധിക്കുന്ന സമയത്ത് ഓക്കെ, ഈ റെസൊണൻസ് സ്ട്രക്ചറുകൾ പരിശോധിക്കുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ് OH ഗ്രൂപ്പ് അതിലെ ഇലക്ട്രോണുകൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റെസൊണൻസ് ഫോം ചെയ്യുന്നത്. ആ സമയത്ത് ഈ മീസോമറിക് എഫക്റ്റ് കാരണം, റെസൊണൻസ് എഫക്റ്റ് കാരണം ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഓർത്തോ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പ്ലസ് എന്ന് പറയുന്ന ഒരാൾ സിസ്റ്റത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിരിക്കും, ഓർത്തോ പാരാ പൊസിഷനിൽ പോയിരിക്കും. അപ്പോ നമ്മൾ പറഞ്ഞ കാര്യം റെഡി അല്ലേ? നൈട്രജൻ ആൻഡ് ഓക്സിജൻ വിത്ത് ലോൺ പെയേഴ്സ് ഇലക്ട്രോണുകളെ ഇവിടത്തേക്ക് കൊണ്ടു കൊടുക്കും, ഓർത്തോയിലേക്കും പാരയിലേക്കും കൊണ്ടുപോയി അട്രാക്ട് ചെയ്യിപ്പിക്കും. ആര്? ഈ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്. അതുപോലെ ആൽക്കോക്സി, അമൈഡ്, എസ്റ്റർ തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ ലെസ് സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. എന്നാൽ ആൽക്കേൽ ഗ്രൂപ്പ്സ് വിത്ത് നോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, ഓക്കെ, അതായത് CH3 പോലുള്ള ഗ്രൂപ്പുകൾ, അതിൽ CF3 ഉണ്ടെങ്കിൽ കൂട്ടൂല. അതായത് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചറുള്ള സാധനമാണ്. അപ്പോൾ CF3നെ CCl3 അതൊന്നും കൂട്ടൂല. CH3 പോലുള്ള എന്ത് ആൽക്കേൽ ഗ്രൂപ്പ് അതെന്താണ്? മോഡറേറ്റ്ലി ആക്ടിവേറ്റിംഗ് എന്നാണ് പറയുന്നത്. അതിന് കാരണം ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഓക്കെ, അതെന്താണ് എന്ന് നമ്മൾ പറയും. അതുപോലെ ഹാലജൻസ് മോഡറേറ്റ്ലി ആക്ടിവേറ്റിംഗ് ആണ്. ഹാലജൻസ് മോഡറേറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഹാലജൻസ്. അപ്പോൾ മോഡറേറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ലോൺ പെയർസ് ഉണ്ട്. ലോൺ പെയർസ് ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിനെക്കാളും ഇത് സിസ്റ്റത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് ഒരു മോഡറേറ്റ്ലി ആക്ടിവേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡറേറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് എന്ന് പറയുന്നത്. ആറ്റംസ് വിത്ത് പൈ ബോൺസ് ടു ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ആറ്റംസ് വിത്ത് പൈ ബോൺസ് ടു ദി ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് NO2ന്റെ കേസിൽ N ഡബിൾ ബോണ്ട് O മൈനസ്, ഇങ്ങനെയാണ് ആ ഗ്രൂപ്പ് വരിക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണുകളെ അങ്ങോട്ടേക്ക് വലിക്കാൻ വേണ്ടി തോന്നും, സ്വന്തം ഭാഗത്തേക്ക് വലിക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ NO2ന്റെ കേസിൽ നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ NO2 ഗ്രൂപ്പ് ഉണ്ട് സിസ്റ്റത്തിൽ. ഓക്കെ, NO2 ഗ്രൂപ്പ് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി പറ്റുക? എവിടെയാണ് നെഗറ്റീവ് ചാർജ് വരിക, എവിടെയാണ് പോസിറ്റീവ് ചാർജ് വരിക സിസ്റ്റത്തിൽ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, N ഡബിൾ ബോണ്ട് O മൈനസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ നൈട്രജന്റെ ഭാഗത്തേക്കാണ് പോവുക. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കും? നൈട്രജന്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നൈട്രജന്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് N ഡബിൾ ബോണ്ട് N
ഇവിടെ എന്ത് കിട്ടി? ഈ കാർബണിൽ നിന്നും ആ ഒരു സി ഡബിൾ ബോണ്ടിൽ നിന്നും അങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഓർത്തോ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് ആണ് വരിക. ഓക്കെ, ഓർത്തോ പൊസിഷനിൽ എന്ത് ചാർജ് വന്നു? പോസിറ്റീവ് ചാർജ് ആണ് വന്നത്. അപ്പോൾ ഓർത്തോ പൊസിഷനിൽ ഇപ്പൊ തന്നെ പോസിറ്റീവ് ചാർജ് വന്നില്ലേ? പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ആര് വരില്ല? ഇലക്ട്രോഫൈലിന് വരാൻ വേണ്ടി പറ്റുമോ? കാരണം ഇലക്ട്രോഫൈൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഥലത്തേക്ക് ഇലക്ട്രോഫൈൽ ചാടി കയറി പോവില്ല. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് എന്നല്ലടോ. അപ്പോൾ ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള ഒരാൾ എന്തിനാ പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഥലത്തേക്ക് പോകുന്നത്? അപ്പോൾ ഇനി അടുത്തൊരു കാര്യം നോക്കാം. ഇനി എങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഷിഫ്റ്റ് ആവുന്നത്? ഇത് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇവിടെ പ്ലസ് ചാർജ് വരും അടുത്ത സ്റ്റേജിൽ. ഓക്കെ, അവിടെ പ്ലസ് ചാർജ് വരും അടുത്ത സ്റ്റേജിൽ. പ്ലസ് ചാർജ് എവിടെയാണ് വന്നത്? ഇപ്പോൾ പാരാ പൊസിഷനിലാണ് പ്ലസ് ചാർജ് വന്നത്. ഇനി അടുത്ത സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, അടുത്ത പ്ലസ് ചാർജ് വരും. ഓക്കെ, പ്ലസ് ചാർജ് ഇവിടെ വരും, ഡബിൾ ബോണ്ട് എൻ ഓ മൈനസ്. ഫൈനൽ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ കിട്ടും? ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, നമുക്ക് ഡബിൾ ബോണ്ട് ഓ എൻ പ്ലസ്. ഇവിടെയൊക്കെ പ്ലസ് ചാർജ് ഉണ്ട്. ഓക്കെ, എൻ ഓ മൈനസ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ റെസൊണൻസ് സ്ട്രക്ചർ ശ്രദ്ധിച്ചു നോക്കുക. റെസൊണൻസ് സ്ട്രക്ചർ ശ്രദ്ധിക്കുന്ന സമയത്ത് ഓർത്തോ പൊസിഷൻ, പാരാ പൊസിഷൻ, ഓർത്തോ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യില്ല? ഇങ്ങോട്ടേക്ക് വന്ന് അറ്റാക്ക് ചെയ്യില്ല. ഇവിടത്തേക്ക് ന്യൂക്ലിയർ ഫൈലുകളായിരിക്കണം വന്ന് മിക്കവാറും അറ്റാക്ക് ചെയ്യേണ്ടത്. പക്ഷേ കമ്പാരിറ്റീവ്ലി മെറ്റാ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. മെറ്റാ പൊസിഷനിൽ പ്ലസ് ചാർജ് ഉണ്ടോ? അപ്പോൾ മെറ്റാ പൊസിഷനിലേക്ക്, ഓർത്തോ പാരാ പൊസിഷനിലേക്ക് വരേണ്ട ആൾക്കാരെ ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എങ്ങോട്ടേക്ക് വഴിതിരിച്ചു വിടുന്നു? മെറ്റയിലേക്ക് വഴിതിരിച്ചു വിടുന്നു. അതിനെ നമ്മൾ എന്ത് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, അങ്ങനെ മെറ്റയിലേക്ക് വഴിതിരിച്ചു വിടുന്ന ആൾക്കാരെ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്നും, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ എങ്ങോട്ടേക്കാണ് വിട്ടത്? ഓർത്തോ പാരാ പൊസിഷനിലേക്കാണ് വിട്ടത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരാളെ കൂടെ നമുക്ക് പറയാനുണ്ട്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വിത്ത് നോ പൈ ബോൺസ് ഓർ ലോൺ പെയർസ് സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ് ആണ്. അതായത് CF3, CCl3 തുടങ്ങിയ ആൾക്കാർ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം സ്വന്തം ഭാഗത്തേക്ക് ഇലക്ട്രോണുകളെ, -I എഫക്റ്റ് കാരണം സ്വന്തം ഭാഗത്തേക്ക് ഇലക്ട്രോണുകളെ പരമാവധി വലിക്കും. കാരണം ഫ്ലൂറിനൊക്കെ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ഗ്രൂപ്പാണ്. അപ്പൊ അത് ഉള്ള ഇലക്ട്രോണുകളെ മൊത്തം സ്വന്തം ഭാഗത്തേക്ക് അടുപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബെൻസിൻ റിംഗിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുമ്പോഴത്തേക്ക് എന്ത് പറ്റൂല? ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടി പറ്റൂല. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്താണ് അവരെ നമ്മൾ സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. വളരെ നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഏതൊരു പരീക്ഷ വന്നാലും ഈ ഒരു പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജയിച്ചു കയറാൻ വേണ്ടി പറ്റും. താങ്ക് യു ഫോർ ലിസണിങ്.